ഗൈസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായി അങ്ങനെ എഡിറ്റിംഗ് ഒരു AI ആപ്പ് ഉപയോഗിച്ച് അങ്ങനെ സിമ്പിളായി എഡിറ്റ് ഒക്കെ ചെയ്യാം. പണ്ടത്തെ പോലെ ഒന്നും അല്ല, ഇപ്പോൾ AIൻ്റെ കാലമാണ്. ഇപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും അത്ര ടൈമൊന്നും വേണ്ട. നമുക്ക് സിമ്പിൾ ഒരു മിനിറ്റ് കൊണ്ടൊക്കെ അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ഫസ്റ്റ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ഫോട്ടോ എങ്ങനെ നമുക്ക് ഒരുമിപ്പിച്ചിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് അതിന് നമുക്ക് രണ്ട് ഇമേജ് വേണം, അന്ന് ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ ഞാനൊന്ന് നമുക്ക് ഫുട്ബോൾ പ്ലേയേഴ്സിനെ തന്നെ എടുക്കാം. രണ്ട് ഇമേജ് ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്യട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് റൊണാൾഡോൻ്റെ ഒരു ഇമേജ് എടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ റൊണാൾഡോ ഫാൻസും നെക്സ്റ്റ് മെസ്സിൻ്റെ ഇമേജ് എടുക്കുക എന്തായാലും. അപ്പോൾ റൊണാൾഡോ ഫാൻസും മെസ്സി ഫാൻസും ആദ്യമായിട്ട് ചാനലാണെന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ റൊണാൾഡോൻ്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ ഞാൻ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, അത് ചെയ്തു. ഞങ്ങൾക്ക് മെസ്സിൻ്റെ ഒന്ന് വേണം. റൊണാൾഡോ മെസ്സിനെ ഇഷ്ടപ്പെടാത്തവരാരും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഓലെ രണ്ടാളും സെലക്ട് ചെയ്ത് വേറെ എത്തും പോവാത്തത്. അപ്പോൾ ഞാൻ മെസ്സിൻ്റെത് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തു. ഇപ്പോൾ രണ്ടും സേവ് ആയി. ഇനി നമുക്ക് നമ്മളെ എഡിറ്റിങ്ങിന് പോകാം. അപ്പോൾ എഡിറ്റിംഗ് വലിയതൊന്നുമല്ല, ഞാൻ കുറേ വീഡിയോസിൽ പറയുന്നത് തന്നെയാണ്. നമ്മളെ ChatGPT എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ChatGPT അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി കൊടുക്കുക. എല്ലാവരെയും ഉണ്ടാവുന്ന വിചാരിച്ചു. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക, ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ആൻഡ്രോയിഡിൽ 50 MB ആയിട്ടുള്ളൂ. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഒരു ഇതുമില്ല. പേയ്മെന്റ് ഒന്നും കൊടുക്കാറില്ല, ഫുള്ളി ഫ്രീ ആണ്. പേയ്മെന്റ് എടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്, പക്ഷേ നമുക്ക് ഫുള്ളി ഫ്രീ ആയിട്ട് തന്നെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പേയ്മെന്റിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ക്ലിക്ക് ആഡ് ഫോട്ടോ എന്ന് കാണാം. ഞാൻ ഇപ്പോൾ ഇത് രണ്ടും ഒരുമിപ്പിച്ചിട്ട് എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വേറെ സെറ്റ് ചെയ്തിട്ട് ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങ് കാണാൻ പറ്റും. ഞാൻ അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. എന്താ the two players are hugging each other and smiling എന്ന് കൊടുക്കാം. ഹഗിങ് ഈച്ച് അതർ ആൻഡ് സ്മൈലിംഗ്, ഇവിടെ ഒരു ഗ്യാപ്പിൻ്റെ ഇതുണ്ട്. ആൻഡ് സ്മൈലിംഗ്, ദ ബാക്ക്ഗ്രൗണ്ട് ഈസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ഈസ് ബീച്ച് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു ബീച്ച് ആയിക്കോട്ടെ. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ചിരിക്കുന്ന ഒരു ഇമേജ്, അതൊരു ബീച്ച് സൈഡിൽ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. ക്രിയേറ്റ് ഇമേജ് ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഓപ്ഷൻ വന്ന് ക്രിയേറ്റ് ആവുന്നതാണ് പറ്റും. അപ്പോൾ ഇത് ഒരു 1 മിനിറ്റിനുള്ളിൽ എന്തായാലും ക്രിയേറ്റ് ചെയ്യാം, പക്ഷേ കുറച്ച് ടൈം എടുക്കും. പക്ഷേ 1 മിനിറ്റ് മതി. എന്നാലും 1 മിനിറ്റ് ഒരു ടൈമാണെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്നാലും 1 മിനിറ്റിനുള്ളിൽ തന്നെ ക്രിയേറ്റ് ആവും. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. മറ്റേ ഇതിപ്പോൾ എഡിറ്റ് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ രണ്ടാൾ ഒരുമിപ്പിച്ചിട്ടൊക്കെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മറ്റേ എഡിറ്ററിലൊക്കെ പോയിട്ട് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തിട്ട് നല്ല കറക്റ്റ് ഇതിൽ വെച്ചിട്ട് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കറക്റ്റ് മാറ്റണമെങ്കിൽ ഒരു രണ്ട് എന്താ പറയുക എഡിറ്ററെങ്കിലും കയറി ഇറങ്ങണം. അപ്പോൾ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, ചിരിക്കുന്നതിനൊക്കെ ഒരു വേറെ ഇത്, പിന്നെ എന്താ പറയുക, ബ്രൈറ്റ്നെസ്സിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യണം, അതിൻ്റെ തീം അഡ്ജസ്റ്റ് ചെയ്യണം, ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ കുറേ ടൈം എടുക്കും. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തിട്ടിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് ക്രിയേറ്റ് ആയി വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതാ ടൈം എടുക്കുന്നത്, ഞാനൊന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് തരാം. വീഡിയോയുടെ ലെങ്ത് വെറുതെ കൂട്ടണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ അതാ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിലാണ് കാണിച്ചു തരുന്നത്. നേരത്തെ നമ്മളെ PC യിൽ നോക്കിയത്
ലാപ്ടോപ്പിൽ നോക്കിയത് അത് എൻ്റെ പവർ ഓഫ് ആയി പോയി. അതുകൊണ്ട് അത് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇതിൽ കാണിച്ചിരുന്നത്. ഇതാ സെയിം ഇമേജ് തന്നെ, പക്ഷേ റൊണാൾഡോൻ്റെ മാത്രമാണ് ബ്ലൂ ജേഴ്സി ആക്കിയിരിക്കുന്നത്. ഇത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. മെയിൽ എന്നാണ് വന്നത്, പക്ഷേ മേക്ക് എന്നാണ് മീനിങ് വരുന്നത്. സോറി. മേക്ക് ദിസ് ടു ഇമേജസ് ഇൻ ടു വൺ ആൻഡ് ദേ ആർ സ്മൈലിംഗ് ഈച്ച് അതർ ഇൻ ദ ഗാലക്സി എന്ന്. ഇതാ ChatGPT തന്നെയാണ്. അപ്പോൾ അത് അവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതാ നല്ല അടിപൊളിയിൽ ഒറിജിനൽ ക്രിയേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ബാക്കിലൊരു ഗാലക്സിയിലെ മാതിരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മറ്റേ ലാപ്ടോപ്പിൽ എന്തായതെന്ന് വെച്ചാൽ അത് എന്താ പറയുക, സ്വിച്ച് ഓഫായി പോയി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പവർ ചാർജ് ചെയ്യാനൊന്നും കറണ്ട് ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഫോട്ടോസ് ഉപയോഗിച്ചിട്ട് വേറെ ആൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോറി, മറ്റേ ലാപ്ടോപ്പ് കാണിക്കാൻ പറ്റാത്തതിന് സോറി എല്ലാവർക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.